ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് കൺട്രിയായ മൊണാക്കോയിലൂടെയുള്ള ഒരു വാക്കിംഗ് ടൂറാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഈ യാത്ര നമ്മൾ തുടങ്ങുന്നത് നീസിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. നീസ് മൊണാക്കോയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഫ്രഞ്ച് ഏരിയയാണ്. അവിടെയാണ് മെയിൻ റെയിൽവേ സ്റ്റേഷനും ഇൻ്റർനാഷണൽ എയർപോർട്ടും ഒക്കെ ഉള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് അവർ സ്റ്റേ ചെയ്യുക നീസിലായിരിക്കും. അപ്പോൾ നമ്മളും അതേപോലെ നീസിൽ സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് മൊണാക്കോയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ ഒരു ട്രെയിൻ ജേണിയും അത് കഴിഞ്ഞിട്ട് നമ്മൾ മൊണാക്കോയിൽ ചെന്നിട്ട് മൊണാക്കോയുടെ സിറ്റിയിലൂടെയുള്ള യാത്രയുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതായി പോകുന്നതൊക്കെ ആ ഫ്രഞ്ച് റിവിയറയുടെ സൈഡിൽ കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. ശരിക്കും അതൊരു സീനിക് റൂട്ടാണ്. പക്ഷേ ഒരൊറ്റ പ്രോബ്ലമേ ഉള്ളൂ, ട്രെയിൻ പോകുന്നത് കൊണ്ട് ഇതെല്ലാം ടണൽസിലൂടെയാണ്. കുറേ ടണലുകളുണ്ട് നമ്മൾക്ക് ഈ ട്രെയിൻ പോകുമ്പം. അതല്ലെങ്കിൽ ശരിക്കും കുറേ കൂടെ കാഴ്ചകൾ കാണാമായിരിക്കാം. പക്ഷേ ടണലുള്ളതുകൊണ്ടുള്ള ഗുണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മൊണാക്കോയിലെത്താം. നീസിൽ നിന്ന് മൊണാക്കോ വരെ നമുക്കൊരു 20-25 മിനിറ്റ്സ് എടുക്കത്തുള്ളൂ ട്രെയിനിൽ. പക്ഷേ ഇപ്പോൾ റോഡിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ഈ മലയെല്ലാം കയറി പോകുന്നത് കാരണം ഓൾമോസ്റ്റ് 1 hour എടുക്കും നമുക്ക് റോഡിലൂടെയാണ് പോകുന്നത്. ചെറിയ കുറച്ച് സ്റ്റേഷൻസൊക്കെ ഉണ്ട് നമ്മളീ പോയിക്കൊണ്ടിരിക്കുമ്പം. അറൗണ്ട് 4 to 5 സ്റ്റേഷൻസ് മൊണാക്കോ വരെ പോകുന്നതിനുള്ളിലുണ്ട്. അതിൽ തന്നെ ഈ ചെറിയ സ്റ്റേഷൻസും നല്ല ബ്യൂട്ടിഫുള്ളായ സ്റ്റേഷൻസൊക്കെയാണ്. അവിടെ നടുത്തുള്ളതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളുമുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ മൊണാക്കോയിലേക്ക് പോകുന്നവർ ഇവിടെ ഇറങ്ങാറില്ല. അവർ സ്ട്രെയിറ്റ് അവേ മൊണാക്കോയിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇതാ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ഈസ് എന്നാണ് ഇതിൻ്റെ പേര്. ഈസ് ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ എന്താ നമ്മളിവിടെ മൊണാക്കോ റെയിൽവേ സ്റ്റേഷനിലെത്തി. മൊണാക്കോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഷോർട്ട് വാക്കേ ഉള്ളൂ ഈ മോണ്ടെ കാർലോ കാസിനോ അവിടേക്കൊക്കെയുള്ള പോകുന്നത്. പക്ഷെ നമ്മളിപ്പോഴീ യാത്ര ആ മൊണാക്കോ എന്ന ആ രാജ്യത്തിൻ്റെ ആ സിറ്റിയിലൂടെയുള്ള ഒരു വാക്കിംഗ് ടൂറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആ സിറ്റി ഇങ്ങനെ കാണാം, അവിടുത്തെ ഓരോരോ കാഴ്ചകൾ, അവിടുത്തെ കെട്ടിടങ്ങൾ. ഇത് ശരിക്കും ഒരു മല പോലെയുള്ള ഒരു ഏരിയയിലാണ് ഈ മൊണാക്കോ നിൽക്കുന്നത്. ഒരു സൈഡ് ഉയരത്തിലേക്കും മറ്റേ സൈഡ് അവിടുത്തെ ആ ഫ്രഞ്ച് റിവിയറ മെഡിറ്ററേനിയൻ സീയിലേക്കുമാണ്. അപ്പം കുറച്ചൊരു ക്ലൈമ്പിംഗ് ആണ്, ഒരു ഹൈക്കിംഗ് പോലെ തന്നെയാണ്. നടന്നു പോയാൽ ഈ കാണുന്ന ഈ റോഡ് തന്നെയാണ് ഈ മോണ്ടെ കാർലോ, ഗ്രാൻഡ് പ്രീ, ഫോമുല 1 റേസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോഴവർ ഈ റോഡ് ക്ലോസ് ചെയ്തിട്ട് അതിലൂടെയാണ് ഈ ഫോമുല 1 റേസൊക്കെ നടക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതിങ്ങനെ കേർവ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അതിന് സൈഡിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറൗണ്ട് ഒരു 10-15 മിനിറ്റ്സ് നമ്മൾ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഏരിയയിലെല്ലാം എത്തും. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഹോട്ടൽസൊക്കെ ഉണ്ട്, കുറേ റെസിഡൻഷ്യൽ ഏരിയാസൊക്കെ ഉണ്ട്, വലിയ വലിയ മാൻഷൻസൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പിന്നെ കുറച്ച് സുവനീർ ഷോപ്സൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കണ്ടിട്ടുള്ള ഒരു വാക്കിംഗ് ടൂറാണ് നമ്മളിപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം റോഡൊക്കെ ഇതാ മുകളിലേക്ക് പോകുന്നത്. ഇതൊക്കെ നമ്മൾ മുകളിലേക്ക് നടക്കാൻ തുടങ്ങിയാൽ ശരിക്കും മല കയറുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ഏരിയ നമ്മൾ നേരെ നടക്കുന്നത് വലിയ പ്രോബ്ലം ഇല്ല. മിനി കൂപ്പറിൻ്റെയൊക്കെ ഷോറൂമൊക്കെ കണ്ടു. ഇവിടെ ഒരുപാട് ഫാൻസി കാറുകളും സൂപ്പർ കാറുകളും ഒക്കെ നമുക്ക് ഈ റോഡിൽ കാണാൻ പറ്റും. ഷോറൂമായിട്ട് നമ്മളിവിടെ മിനി കൂപ്പറിൻ്റെതേ കണ്ടുള്ളൂ. ഇതാന്ന് തോന്നുന്നു 2 മരം. അവിടെ ബോർഡുണ്ട് തന്നെ, അവിടെ പറയും. നമ്മളവിടെ വഴിയും കാണിക്കുന്നുണ്ട്. നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ വെച്ചിട്ട് അവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു, നിങ്ങളിങ്ങനെ നടന്നു പോകുമ്പം 2 മരങ്ങൾ കാണും, അവിടെ എത്തിയിട്ട് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ മോണ്ടെ കാർലോ കസിനോ ഒക്കെ എത്തുന്നതെന്ന്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അത് തന്നെ ഫോളോ ചെയ്തു. കൂടുതൽ ഗൂഗിൾ മാപ്സ് ഒന്നും വേണ്ടായിരുന്നു. അപ്പോഴങ്ങോട്ട് ചെന്നപ്പോൾ എന്താ അതിൻ്റെ ഫസ്റ്റ് ഗ്ലിംസ് കാണാം മോണ്ടെ കാർലോ കാസിനോ ആ ഡിസ്റ്റൻസിൽ. ഇതാണ് ആ ഫേമസ് ആയിട്ടുള്ള മൊണാക്കോയിലെ കാസിനോ. ഇവിടേക്കാണ് ഈ ബില്ലനേഴ്സ് എല്ലാം വരുന്നത്. എന്തുമാത്രം ബില്ലനേഴ്സാണ് ഈ ഒരു ചെറിയ സ്ഥലത്ത് വരുന്നതെന്ന് ഇവിടേക്കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാതെ. മൊണാക്കോ എന്ന് പറയുന്നത് വേൾഡിലെ 2nd സ്മോളസ്റ്റ് കൺട്രിയാണ്. അതേപോലെ ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് കൺട്രിയുമാണ് മൊണാക്കോ.
ഇവിടേക്ക് വരുന്നതെല്ലാം തന്നെ പുറത്തു നിന്നുള്ള ബില്യനേഴ്സ് എല്ലാം ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ലക്ഷറിയുടെ ഒരു പാരഡൈസാണ്. എവിടെ തിരിഞ്ഞാലും ലക്ഷറി ബ്രാൻഡ്സും ഷോപ്പിങ്ങും കസീനോസും അങ്ങനെയൊക്കെയുള്ള ഏരിയാസൊക്കെയാണ് ഈ മൊണാക്കോയിൽ നമ്മൾ കാണുന്നത്. മൊണാക്കോ ശരിക്കും ഇങ്ങനെ ഒരു ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ള കെട്ടിടങ്ങളാണെങ്കിലും ഇതിനിടയിലെല്ലാം നല്ല ഗാർഡൻ സ്പേസസും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ മോണ്ടെ കാർലോ കാസിനോയുടെ ഫ്രണ്ടിൽ നല്ലൊരു ഗാർഡൻ ഏരിയയും ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ മൊണാക്കോയുടെ മോണ്ടെ കാർലോ കാസിനോ കാണുന്നത്. അതിൻ്റെ സൈഡിലുള്ളത് വളരെ ഫേമസ് ആയ ഹോട്ടൽ ഡേ പാരീസ് ആണ്. പിന്നെ ഈ കാണുന്നതെല്ലാം ചുറ്റുമുള്ള ലക്ഷറി ബ്രാൻഡ്സിൻ്റെ ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ്. ലോകത്തിലെ എല്ലാ ലക്ഷറി ബ്രാൻഡ്സും ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാര്യം അതിലേക്കൂടെ നടക്കുമ്പോൾ നമുക്ക് എല്ലാ ലക്ഷറി ബ്രാൻഡ്സും കാണാം. ഈ കാണുന്ന ഈ കെട്ടിടമാണ് ഹോട്ടൽ ഡേ പാരീസ്. ഇവിടെ വന്ന് നിന്നിട്ട് മോഡൽസൊക്കെ ഇങ്ങനെ നിന്ന് കുറേ വീഡിയോ ഷൂട്ട്സും ഫോട്ടോ ഷൂട്ട്സും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പം നമുക്ക് തന്നെ അറിയത്തില്ല ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ആളുകൾ ആരൊക്കെയാണെന്ന്. ചിലപ്പോൾ അവർ വലിയ കോടീശ്വരരാകാം, ചിലപ്പോൾ മോഡൽസ് ആകാം. അങ്ങനെയൊക്കെ ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നല്ല വ്യൂ ആണ് ഇവിടെയൊക്കെ നിന്ന് നോക്കിയാൽ. കാര്യം ഇത് കുറച്ചൊരു ഹില്ലി ഏരിയ ആയതുകൊണ്ട് ആ ഹില്ലി ഏരിയയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നല്ല വ്യൂസാണ്. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള ഒരുപാട് ലക്ഷറി കാറുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയ മുഴുവൻ ഷോപ്പിംഗ് ഏരിയയാണ്. എല്ലാ ബ്രാൻഡ്സും നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഷാംസലീസെ പോലെയുള്ള സ്ഥലത്ത് കാണുന്ന എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഔട്ട്ലെറ്റുകൾ നമ്മൾ ഇവിടെയും കാണുന്നുണ്ടായിരുന്നു. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണത്, ഹെറിറ്റേജ് ഹോട്ടൽ. അവിടെ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒന്നും അവർ പെർമിറ്റഡ് അല്ല. അപ്പം നമ്മളോട് അത് എടുക്കരുതെന്നുള്ള വാർണിംഗ് ഒക്കെ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാക്കി അങ്ങോട്ടുള്ളതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തില്ല. പക്ഷേ ഈ കാണുന്നതൊക്കെ അങ്ങനെയാണ്. കുറേ ലക്ഷറി ആയിട്ടുള്ളതും അതേപോലെ ഹെറിറ്റേജ് ആയിട്ടുള്ളതുമായ ഹോട്ടൽസൊക്കെ ഇവിടെ പലയിടത്തും കാണാൻ പറ്റും. മൊണാക്കോയുടെ സിറ്റിയുടെ നടുക്കായിട്ട് നമുക്ക് ഈ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ കാണാം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ സൂവനീഴ്സ്, മാപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. വളരെ ഹെൽപ്ഫുള്ളായ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റാഫിനെ അവിടെ കാണാൻ പറ്റും.
അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് കയറി ഒന്ന് കണ്ടിട്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഈ കാസിനോടെയൊക്കെ ബാക്ക് സൈഡായിട്ട് വരും. ആ ഫ്രഞ്ച് റിവിയറ ഫേസ് ചെയ്യുന്ന ഏരിയയിലേക്കുള്ള ഒരു വാക്കിംഗ് ഏരിയയാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഈ കാണുന്ന നല്ല നല്ല ഷോറൂംസും കാര്യങ്ങളുമൊക്കെ, മറ്റേ സൈഡിൽ മെഡിറ്ററേനിയൻ സീ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ ലക്ഷറി ഔട്ട്ലെറ്റ്സ് കാണാം, അതേപോലെ കുറേ കാറുകളൊക്കെ കാണാം. പിന്നെ ആ ഒരു മൊണാക്കോയുടെ കെട്ടിടങ്ങളും മലയും ഒക്കെയുള്ള ഏരിയ കാണാം. ഓപ്പോസിറ്റ് സൈഡിൽ ഫുൾ യോട്ട്സ് ആണ്. ശരിക്കും ദ റിച്ച് ആൻഡ് ഫേമസ് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാം ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. എല്ലാവരുടെയും യോട്ട്സ് ഒക്കെ ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇത് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയ ഒരു കൺട്രിയാണ്. അവിടുത്തെ താമസിക്കാനുള്ള സ്ഥലമൊന്നും അധികം ആർക്കും കാണില്ല. പിന്നെ ഇത്രയും യോട്ട്സിലായിരിക്കും ആളുകളെല്ലാം വരിക. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ അവരുടെ യോട്ടിൽ സ്റ്റേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയെല്ലാം ആയിട്ടുള്ള ഒരു ഏരിയയാണ് മൊണാക്കോ. സാധാരണയുള്ള മറ്റു രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റാത്ത കുറേ കാഴ്ചകളാണ് മൊണാക്കോയിലുള്ളത്. വളരെ ചെറിയൊരു രാജ്യം, അവിടെ ഇത്രയും ആളുകൾ വരുന്നു, കുറേ പൈസയൊക്കെ സ്പെൻഡ് ചെയ്യുന്നു, കാസിനോസിലൊക്കെ കുറേ സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ള ഒരു ഏരിയ. ഈ രാജ്യത്തിന് എയർപോർട്ട് പോലും ഇല്ല. എയർപോർട്ട് വേണമെങ്കിൽ അവർ ഫ്രാൻസിലെ നീസിലാണ് അവരുടെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ശരിക്കും നമ്മൾ നീസിലായിരുന്നപ്പോൾ നമ്മളത് കണ്ടതാണ്. ഇഷ്ടം പോലെയാണ് ഈ പ്രൈവറ്റ് ജെറ്റ്സ് നീസ് എയർപോർട്ടിലേക്ക് വരുന്നത്. ഈ ബിൽഡിങ്സ് നോക്കി എത്ര ഡെൻസായിട്ടാണത് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കുറേ ഫാൻസി ആയിട്ടുള്ള കാറുകളൊക്കെ കണ്ടു. വേറൊരു ദിവസം നമ്മൾ അതിലേ പോയപ്പോൾ ആ കാറൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്നതും കണ്ടായിരുന്നു. ഇത് നമുക്ക് റെൻറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാറുകളാണ്. അപ്പോൾ നമ്മളത് റെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇവിടെയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാം. ഇത് ആ സെയിം മോണ്ടെ കാർലോ ഫോർമുല 1 ട്രാക്കാണിത്. മെയിൻ റോഡാണ്, പക്ഷേ അത് ആ ഫോർമുല 1 ടൈമിൽ അവരത് ക്ലോസ് ചെയ്തിട്ട് അത് ട്രാക്കാക്കി മാറ്റും. അപ്പോൾ അതിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് റെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ലേഡീസൊക്കെ അങ്ങനെ അത് റെൻറ്റ് ചെയ്തിട്ട് ഓടിക്കുകയാണത്. രാജ്യം ആകെ കൂടെ 200 ഹെക്ടേഴ്സ് ഏരിയയേ ഉള്ളൂ. അപ്പോൾ അത്രയും ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ നടന്നിട്ട് കാണാൻ പറ്റും. ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു വരുമ്പോഴേക്കും രാജ്യം കണ്ടു കഴിയും. അത്രയ്ക്കേ ഉള്ളൂ അതിൻ്റെ ഒരു വിസ്തൃതി. അപ്പോൾ നമ്മൾ കുറേയൊക്കെ നടന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ ആ മോണ്ടെ കാർലോ കാസിനോട് അവിടെ പോയിട്ട് അവിടുത്തെ ആ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ കൊണ്ടുവരാം. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീഡിയോസിൽ. ഈ വീഡിയോ പർട്ടിക്കുലർലി നമ്മൾ അവിടുത്തെ ആ ഒരു സിറ്റിയും അതിലേക്കൂടെയുള്ള ഒരു വാക്കിംഗ് ടൂറുമായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.